إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة أليس في جهنم مثوى للمتكبرين സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും തളരാതെ പിടിച്ചു നിർത്തുന്നത്, ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും ക്ഷമയോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്നത് സ്വർഗമെന്നൊരു സ്വപ്നം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗം നേടിത്തരുന്ന കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നതിനനുസരിച്ച് സ്വർഗത്തോടുള്ള ഇഷ്ടവും സ്നേഹവും അതിലേക്കെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതൽ അറിയാനും കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യാനും നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലൊന്നാണ് സൽ സ്വഭാവം എന്നുള്ളത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിട്ട് എനിക്ക് മാറണം, എല്ലാവരും എന്നെപ്പറ്റി നല്ലത് പറയണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്നോട് എല്ലാവരും നല്ല പോലെ പെരുമാറണം. നേരെ തിരിച്ചും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ആവുന്നില്ല എന്നതാണ് പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ആപത്ത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മാ അക്സറു മാ യുദ്ഖിലുൽ ജന്ന, അധിക ജനങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നന്മ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ലളിതമായി പറഞ്ഞു കൊടുത്തു, അത്തഖ്വ, അത് തഖ്വയാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഹുസ്നുൽ ഖുൽഖ്, അത് സൽ സ്വഭാവമാണ്. അപ്പൊ നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് സൽ സ്വഭാവം എന്നുള്ളത്. അത് നമ്മളിലുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയവും സന്ദർഭവുമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. എന്തിനും ഏതിനും നിസ്സാര പ്രശ്നങ്ങൾക്ക് വരെ സ്വന്തം ജ്യേഷ്ഠനും അനിയനും സ്വന്തം മാതാപിതാക്കളും മക്കളും ഒക്കെ തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, സ്വന്തം ഉമ്മാനെ ഉപ്പാനെ കടിക്കുന്നതിനൊന്നും ഒരു മടിയില്ലാത്തൊരു കാലം, വാപ്പാനെ കൊല ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പൊ ഈ കാലത്ത് സ്വർഗത്തിലെത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സൽ സ്വഭാവം നമ്മളിലുണ്ടോ നമുക്ക് സ്വർഗത്തിലെത്താമെന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറഞ്ഞെന്തറിയും? ബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടത് ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം അത് ജനങ്ങളെ പഠിപ്പിക്കുവാനും ജനങ്ങളെ ആ ഒരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനാണ് എന്റെ നിയോഗമനത്തിന്റെ ലക്ഷ്യമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, സൽ സ്വഭാവത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ദർജകളെ കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില വാചകങ്ങളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ലയുദിരികു ബിഹുസ്നി ഖുലുഖിഹി, അവന്റെ സൽ സ്വഭാവം കൊണ്ട് അവന് എത്താൻ പറ്റും, അവന് എത്തിപ്പിടിക്കാൻ പറ്റും. ഏതെന്നറിയോ? ദറജത സ്വാഇമിൽ ഖായിം, എന്നും നമസ്കരിക്കുന്നവന്റെ, എന്നും നോമ്പെടുക്കുന്നവന്റെ ദർജയിലേക്ക് സൽ സ്വഭാവത്തിലൂടെ ഒരു മനുഷ്യന് എത്തിച്ചേരാൻ പറ്റും. സഹോദരങ്ങളെ, നമ്മൾ എന്നും നോമ്പുകാരാണോ? അല്ല. നമ്മൾ എന്നും രാത്രി നിസ്കരിക്കുന്നവരാണോ? അല്ല. എന്നും നമസ്കരിക്കുന്നവന്റെ, എന്നും നോമ്പെടുക്കുന്നവന്റെ ദർജയിലേക്ക് സൽ സ്വഭാവിയായ ഒരു വ്യക്തിക്ക് എത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ, നോമ്പില്ലാത്ത കാലത്ത് നോമ്പുകാരനെ പോലെ ജീവിക്കാൻ നോമ്പുകാരന്റെ പ്രതിഫലം കിട്ടുമെങ്കിൽ ആ രീതിയും ആ ഗുണങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്തിനാണ് സഹോദരങ്ങളെ മടി കാണിക്കുന്നത്? ഈ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ എന്തറിയും? നമുക്കൊക്കെ സംഭവിക്കുന്ന ഒന്നാണ് തർക്കം എന്നുള്ളത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ തർക്കങ്ങൾ നമുക്കിടയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അനാവശ്യമായ ഒരു കാര്യത്തിലും നമ്മൾ തർക്കിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. വേദക്കാരുമായി സംവദിക്കുമ്പോൾ പോലും അവിടെ എങ്ങനെ സംവദിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും മാന്യമായ നിലയിലാണ് വജാദിൽഹും ബില്ലതി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ സംവദിക്കേണ്ടത്, തർക്കിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരിക്കലും നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാചകങ്ങൾ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രയോഗം എന്തറിയോ? വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്, പ്രവാചകരെ, അങ്ങെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റിൽ നിന്നും ആളുകൾ ഓടിപ്പോകുമായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്റെ സ്വഭാവമാണ്, പ്രവാചകന്റെ ജീവിതമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ അടുപ്പിച്ചത്. നമ്മൾ നമ്മളെ നെഞ്ചിലേക്ക് കൈ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താ അറിയോ? എന്നെ കണ്ടിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരുമോ? എന്റെ സ്വഭാവം കണ്ട്, എന്റെ പെരുമാറ്റം കൊണ്ട്, എന്റെ ജീവിത രീതി കണ്ട്, എന്റെ ഇടപാടുകൾ കണ്ട് ഒരാൾ എന്നെ കണ്ടുകൊണ്ട്, എന്റെ ജീവിത രീതി കണ്ടുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരുമോ? പല ആളുകളും പറയുന്നറിയോ? അയാളൊക്കെ ഉള്ള മതാണെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. കാരണം എന്താ? സകല തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും മുന്നിൽ നിൽക്കുന്ന ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു, ആരെയാ വിശ്വാസമുള്ളത്? അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിലുള്ള കൊട്ടാരത്തിന്, കോട്ടക്ക് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം. അത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ ഞാൻ ജാമ്യം നിൽക്കാം. ആർക്കാന്നറിയോ അത് കൊടുക്ക? ലിമൻ ചറക്കൽ മിറാഅ വ ഇൻ കാന മുഹിക്ക, തർക്കങ്ങൾ ഒഴിവാക്കുന്നവൻ. തർക്കിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട്, എന്നിട്ട് പോലും തർക്കം ഒഴിവാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൊടുക്കാനുള്ളതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിലുള്ള ആ വീടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അനാവശ്യ തർക്കങ്ങൾ ഒരിക്കലും നമുക്കിടയിൽ ഉണ്ടാകാതിരിക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരെന്ന നിലയിൽ, മുസ്ലിം സഹോദരന്മാരെന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒന്നാണ്, കളവ് പറയരുത്. കളവ് പറയരുത്. ആർക്കും ആരെയും വിശ്വാസമില്ല. വാപ്പക്ക് മകനെ വിശ്വാസമില്ല, ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല, മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല, മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല. ഇതെന്താണ്? നുണ മാത്രമേ പറയാലുള്ളൂ, കളവ് മാത്രമേ പറയാലുള്ളൂ. ഇന്ന് സമൂഹത്തിന് തീരെ ഗൗരവമില്ലാതായ മാറിയ കാര്യമാണ് കളവ് പറയുക എന്നത്.
വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ കളവ് പറയുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലവിലുണ്ട്. കളവ് പറയാൻ വേണ്ടി പ്രത്യേകമായ ദിനങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് അതിശയോക്തപരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരമുണ്ട്, ഒരു കോട്ടയുണ്ട്. അതാർക്കാണ് ലഭിക്കുന്നതെന്നറിയുമോ? ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശയാണെങ്കിൽ പോലും കളവുപേക്ഷിക്കുന്നവനാണ് സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള കോട്ടക്ക് ഞാൻ ജാമ്യം നിൽക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്നാലോചിച്ചു, നിസ്സാരമായ പ്രശ്നത്തിന് വേണ്ടി, കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് നുണ പറയുന്നൊരവസ്ഥയുണ്ട്. ഒരിക്കൽ പോലും പാടില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. നാവ് കൊണ്ട് ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും ഗൗരവമേറിയതാണ് കളവ് പറയുക എന്നത്. കളവ് പറയുന്നവന് അള്ളാഹുവിന്റെ മുമ്പിൽ കള്ളനെന്ന് രേഖപ്പെടുത്തുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യം അതെത്ര കൈപ്പുറ്റതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ചെറുപ്പത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, കുലിൽ ഹക്ക വലൗകാന മുറ, സത്യം അതെത്ര കൈപ്പുറ്റതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് മനസ്സറിഞ്ഞ് ഈ മിമ്പറിന്റെ മുകളിൽ നിന്ന് ഒരു ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നുണ പറഞ്ഞാൽ നമ്മുടെ മക്കൾ നുണ പറയും. നമ്മൾ മാതൃകയാവണം. അവർ നല്ലതേ നമ്മളിൽ നിന്ന് കേൾക്കാവൂ, അവർ നല്ലതേ നമ്മളിൽ നിന്ന് കാണാവൂ, അവർ നല്ലതേ നമ്മളിൽ നിന്ന് സാക്ഷ്യം വഹിക്കാവൂ. കാരണം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി പത്രമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ ചിന്തിക്കണം. മാത്രമല്ല, ഇന്ന് കളവ് പറയാത്ത മേഖലകൾ ഏതാണ്? കളവുകൾ പലതരത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനം, ഏറ്റവും ഗൗരവം ഏകനായ സർവാധിനാഥനായ റബ്ബിന്റെ പേരിലുള്ള കളവാണ്. ഖുർആൻ പറയുന്നുണ്ട്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ഏറ്റവും വലിയ അക്രമി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവനാണ്. ഏറ്റവും വലിയ അക്രമി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവനാണ്. അല്ലെങ്കിൽ എന്റെ ദൃഷ്ടാന്തങ്ങളെ പച്ചക്ക് കളവാക്കുന്നവനാണ്, വ്യാജമാക്കുന്നവനാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് കറുകറുത്ത മുഖത്തിന്റെ ഉടമകളായി പരലോകത്ത് കൊണ്ടുവരപ്പെടുന്നത് വയൗമൽ ഖിയാമ, നാളെ പരലോകത്ത് തറല്ലദീന കദബു, കളവ് പറയുന്നവരെ കുറിച്ച് അല്ലാഹു പറയാൻ, തറല്ലദീന കദബു അലല്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞവരെ പരലോകത്ത് കാണാം. വുജൂഹുഹും മുസ്വദ്ദ, കറുകറുത്ത മുഖത്തിന്റെ ഉടമകളായ റബ്ബിന്റെ കോടതിയിൽ അവരെ ഹാജരാക്കുന്നതാണ്. അലൈസ ഫീ ജഹന്നമ മസ്വൻ ലിൽ മുതകബ്ബിരീൻ, മുതകബ്ബിരീങ്ങളായ അഹങ്കാരികൾക്ക് നരകമല്ലാതെ വേറെ ഏത് സങ്കേതമാണുള്ളത്? നരകമാണ് അവർക്കുള്ള സങ്കേതം. അവര് നാളെ പരലോകത്ത് കറുകറുത്ത മുഖത്തിന്റെ ഉടമകളാണ്. ഖുർആൻ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് വെളുവെളുത്ത മുഖത്തിന്റെ ഉടമകൾ വരും, കറുകറുത്ത മുഖത്തിന്റെ ഉടമകൾ വരും. അള്ളാന്റെ പേരിൽ നുണ പറഞ്ഞവനുണ്ടല്ലോ, അവന് വെളുവെളുത്ത മുഖത്തിന്റെ ഉടമകളുടെ കൂട്ടത്തിൽ പെടാൻ പറ്റൂല. മാത്രല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള നുണയുണ്ടല്ലോ, അത് ഏറ്റവും ഗൗരവതരമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന കദിബൻ അലയ്യ, എന്റെ പേരിലുള്ള കളവില്ലേ, ലൈസ കദിബിൻ അലാ അഹദിൻ, നിങ്ങളിൽ ഒരാളുടെ പേരിലുള്ള കളവ് പോലെയല്ല. എന്റെ പേരിൽ കളവ് പറയുക എന്നത് നിങ്ങളിൽ ഒരാളുടെ പേരിൽ കളവ് പറയുന്നത് പോലെയല്ല. മൻ കദബ അലയ്യ മുതഅമ്മിദാ, ആരാണോ എന്റെ പേരിൽ നുണ പറയുന്നത്, ആരാണോ എന്റെ പേരിൽ മനഃപൂർവ്വം നുണ പറയുന്നത്, അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവനവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, എന്റെ പേരിൽ മനഃപൂർവ്വം ആരാണോ നുണ പറഞ്ഞത് അവനെ നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തുകൊള്ളട്ടെ.